അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ
പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചെറുകിട സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ, അപ്പോസ്തല പ്രവർത്തനം 6:1, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാര്യം യഹൂദരെവിടെ പോയാലും യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷ് എന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമില്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിച്ച് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ പണം കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. എന്നുവെച്ചാൽ ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കണ യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ പണം കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നുന്ന കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിച്ചിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആള് പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ പിടിച്ചു പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലല്ലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോയി. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവൻ വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കുക, അപ്പം ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നുന്നത്. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ, യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഈ ഹെബ്രായർ അനീതി കാണിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണ മേശ വന്ന് അതിനുവേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരെയില്ല, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കഡേറ്റ് ഉണ്ടാകണത്, ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. അപ്പം സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യ നീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകും. അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും,
ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ, വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെന്താ ഉള്ളത്? അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത്, ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയെ, പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ ഒന്ന് കുറച്ച് 6-7 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നു. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപ അതിൽ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സഹന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ തൻ്റെ ഭക്തരോട് അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. യൂഥിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനം. എൻ്റെ പേര് സിസിലി സണ്ണി, ഭർത്താവ് സണ്ണി, മകൻ ജിസ്മോൻ. ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബെസ്ലഹം ഇടവകയിൽ നിന്ന് വരുന്നു. വീട് തൊടുപുഴ അടുത്ത് വാഴക്കുളമാണ്. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ്. ജീവിത പ്രതിസന്ധികളുടെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് ദുഃഖിതരും വേദന അനുഭവിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഈ കൃപാസനം പുണ്യഭൂമിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ 3 പേർക്കും വന്ന് നിൽക്കുവാൻ സാധിച്ചതിന്, സാക്ഷ്യം പറയുവാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് കടുത്ത ഒരു മദ്യപാനിയായിരുന്നു. ആ ഒരു പ്രത്യേക നിയോഗമായിരുന്നു എൻ്റെ പല ഉടമ്പടി നിയോഗങ്ങളിലും ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ ഞാൻ അടിക്കടി ഉടമ്പടിയിൽ എന്നെ
അമ്മ വളർത്തിയപ്പോൾ എൻ്റെ നിയോഗങ്ങളെല്ലാം നിത്യതയെ ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. ഞാനും ഈ മകനും ഭർത്താവും കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്, അമ്മയെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങളും കുറവുകളും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി എൻ്റെ ഭർത്താവ്, ഇന്നലെ 6 മാസം പൂർത്തിയായി, എൻ്റെ ഭർത്താവ് കടുത്ത ന്യൂമോണിയയും അപസ്മാര രോഗം മൂലം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഡോക്ടർമാരെല്ലാം, അതായത് രാജഗിരി MICUയിലായിരുന്നു. ഓരോ 20 മിനിറ്റും ഇടപെട്ട് ഡോക്ടർമാർ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ഇവിടെ കടത്തി വെറുതെ പൈസ നിങ്ങൾക്ക് ചെലവഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ആൾ രക്ഷപ്പെടുമെന്നില്ല. എങ്കിലും ഞങ്ങൾ വിശ്വസിച്ചു. നമുക്കറിയാം രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു കസേര പോലും കിട്ടുവാനായിട്ട് നമുക്ക് പ്രയാസമാണ്. ഓരോ 20 മിനിറ്റിന് ശേഷം ബൈസ്റ്റാൻഡേഴ്സിനെ MICUയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ആ പോകുന്ന സമയത്തെല്ലാം ഞാനും ഈ ഒരു മകനും മാത്രമേ ഉള്ളൂ. 3 രാത്രിയും പകലും ഞങ്ങൾ ഡ്രസ്സ് മാറാതെ അവിടെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുത്ത എല്ലാ മക്കളോടും വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. ഓരോ 20 മിനിറ്റും പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പയുടെ മുറിയിൽ കയറ്റി MICU കയറ്റിയപ്പോൾ കണ്ണുപോലും തുറക്കാതെ മൂക്കിൽ ട്യൂബിട്ട് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളുമായിട്ട് കിടന്നിരുന്ന ഭർത്താവിനെ ഓരോ 20 മിനിറ്റ് കയറുമ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉപ്പ് ഭർത്താവിൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ അവിടെ ഇടുവാനും അതുപോലെ നെറ്റിയിൽ തൈലം പൂശുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഭർത്താവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ, അമ്മയിൽ ആശ്രയിക്കുവാൻ സാധിച്ചു. ഒരു വിശുദ്ധ കുർബാന പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെ ഇന്നലെ 6 മാസം പൂർത്തിയായി. എൻ്റെ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും കോമ സ്റ്റേജിലായിരുന്നു, തിരിച്ചു വരില്ല, കണ്ണ് തുറക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തള്ളിയപ്പോൾ 2 ലക്ഷം രൂപയിൽ മുകളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം അമ്മ അവിടെ നിന്ന് രൂപയടച്ച് ഞങ്ങളെ പുറത്താക്കി. ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയില്ല, ഞങ്ങൾ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെയും തുക വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് ഭർത്താവിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഇത് മാത്രമാണ് കൊടുത്തുകൊണ്ട് പപ്പയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കൊടുത്തു വീട്ടിൽ. അങ്ങനെ പപ്പ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് ഈ മകൻ ഇവിടെ ഉന്നതങ്ങളിൽ ആയിരിക്കുമ്പോൾ ഉന്നത വിജയം പല കാര്യങ്ങൾക്കും ഈ മകന് 8ാം ക്ലാസ്സിലേക്ക് മകൻ പ്രവേശിച്ചിരിക്കുന്നു. സ്കൂളിലും എല്ലായിടത്തും, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ സ്കോളർഷിപ്പായിരുന്നു ഈ കഴിഞ്ഞ മാസം. ആദ്യമേ രൂപതയിൽ, ഞങ്ങൾ കോതമംഗലം രൂപതയിൽ 7ാം ക്ലാസ്സിൽ 2000 കുട്ടികളുണ്ടായിരുന്നു പരീക്ഷ എഴുതുവാൻ. ആ 2000 കുട്ടികളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞിന് രൂപതയിൽ നിന്നും ഉന്നത വിജയം കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സീറോ മലബാർ സഭയിൽപ്പെട്ട 23 രൂപതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളെ എല്ലാവരും കൂടി നടന്ന മത്സരം, അത് എറണാകുളം കാക്കനാട്ട് വെച്ചായിരുന്നു. ആ മത്സരത്തിൽ എൻ്റെ മകന് അമ്മ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉന്നത വിജയം കൊടുത്ത് പ്രതിഭാപട്ടം കൊടുത്ത് എൻ്റെ മകനെ അനുഗ്രഹിച്ചു. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ എനിക്ക് കുഞ്ഞ് പഠിക്കുവാനായിട്ട് എന്താണ് പരീക്ഷയ്ക്ക് വരുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ പോയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നാക്കിയപ്പോൾ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ ഇട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ തന്നെ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് വിജയം കൊടുത്തു. പിന്നെ ഈ 2025 നടന്ന ജപമാല റാലിയിൽ 12 വർഷത്തോളമായിട്ട് എനിക്ക് ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ശക്തമായ വേദനയായിരുന്നു. എവിടെ
ഒരു 5 മിനിറ്റ് നിന്നാൽ പോലും കാല് മരച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ 2025 ഒക്ടോബറിൽ നടന്ന ഈ കഴിഞ്ഞ റാലിയിൽ എനിക്കും ഈ കുഞ്ഞിനും ആ റാലി മുഴുവനും ആദ്യമായിട്ടാണ് ഞങ്ങൾ റാലിയിൽ വന്നത്. ആ റാലിയിൽ പൂർത്തിയായി എല്ലാം വിശുദ്ധ കുർബാന എല്ലാം പങ്കെടുത്ത് ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവസം എനിക്ക് കുടുംബസമേതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ച് ഞങ്ങൾക്ക് അമ്മയെ തൊട്ട് വണങ്ങി പോകുവാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം വിശുദ്ധ ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 29-ാം വാചകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലത്തെ വിശാലമായ ഹൃദയവും നൽകി സോളമനെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ അച്ഛൻ വിശുദ്ധനായ അമ്മ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കൃപാസന ഡയറക്ടർ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും, പ്രത്യേകിച്ച് പഴയ ധ്യാനങ്ങൾ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകളും ജ്ഞാനവും തരുന്ന ഒരുപാട് ധ്യാനങ്ങൾ ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാനും ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒത്തിരി കുറവുകളുണ്ട്. എങ്കിലും ഞങ്ങളുടെ ആ കുറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് ഞങ്ങൾക്ക് പത്രം വാങ്ങി ഞങ്ങൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ, തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ, മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ എന്നിവിടങ്ങളിലെല്ലാം ഞാനും ഈ മകനും കൂടെ കൊണ്ടുപോയി പത്രം വിതരണം ചെയ്ത് അതും ഓടിച്ച് ഒറ്റ ദിവസം കൊണ്ടല്ല, ഞങ്ങൾ പല ദിവസമായിട്ട് ഒരു ദിവസം 7 പേപ്പർ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. ആ 7 പേപ്പർ കൊടുത്ത ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ, നാളത്തെ തലമുറ, മാതാപിതാക്കൾ വിശ്വാസത്തിൽ വളർത്തേണ്ടവർ. ആ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയും, എൻ്റെ മകന് കിട്ടിയ അനുഭവങ്ങൾ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയും, മോൻ പഠിക്കാൻ എത്രയിലാണ് പഠിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് പറയും. മോൻ ഓരോ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഈ സാക്ഷ്യം കൃപാസന പത്രത്തിലെ 5 സാക്ഷ്യങ്ങളെടുത്ത് വായിച്ച് ശേഷം പഠിക്കാനിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുക. ക്ലാസ്സിൽ ഉന്നത വിജയം നേടും. രോഗമാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളെയും, അമ്മമാരും കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കും. ബസ് സ്റ്റോപ്പിലും ഇത് ഇങ്ങനെ ചെയ്യും. പിന്നെ അടുത്തതായിട്ട് കാരുണ്യപ്രവൃത്തി, ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൻ്റെ ഒരു വീതം ഞങ്ങളുടെ ഇടവകയിൽ ക്യാൻസർ രോഗികൾ ധാരാളമുണ്ട്. ഒരു ഭവനം പ്രത്യേകിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും. ആ അമ്മച്ചിയെ അവരെ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ ചെന്ന് കാണും. അവർക്ക് സന്തോഷം പങ്കിടും. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ പങ്കുവയ്ക്കും. ഇങ്ങനെ അമ്മ മാതാവും ഈശോയും തന്ന് ഞങ്ങളുടെ ജീവൻ ഇന്ന് ഈ ആൾത്താരിൽ എൻ്റെ ഭർത്താവിന് ജീവനോടുകൂടെ ഇവിടെ നിർത്താനായിട്ട് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സിസിലി സണ്ണി എന്ന മകൻ ജിസ്മോനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇത് 7ാമത്തെ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ അനന്തമായ കൃപകൾ അവർക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവർക്ക് പറയാനുള്ളത് സണ്ണി അവരുടെ ഹസ്ബൻഡിൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബനാഥൻ്റെ ഒരു വലിയ രക്ഷയെക്കുറിച്ചാണ്. ന്യൂമോണിയ ബാധിച്ച് ഏകദേശം 20 വർഷക്കാലം അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയാണെന്ന് ഇവർ ഏറ്റു പറയുന്നുണ്ട്. അങ്ങനെ ന്യൂമോണിയ ബാധിച്ച് രാജഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും വൈദ്യശാസ്ത്രവും കൈവിട്ട സ്ഥിതിയിൽ അവർ എല്ലാ ദിവസവും 3 ദിവസം കൃത്യമായി എന്നും തൈലം പൂശി ഉടമ്പടി ഉപ്പ് കൊടുത്ത് അവർക്ക് പ്രാർത്ഥിച്ച് നിരന്തരമായി കൃത്യമായ 5:30 എന്ന സമയം അവർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ ആരോഗ്യവാനായ അദ്ദേഹം ഇന്ന് അൾത്താരയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ പ്രോമിസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി ഞാൻ മദ്യം സ്പർശിക്കുകയില്ല എന്നുള്ളൊരു വലിയ പ്രോമിസാണ്. ഇതെല്ലാം കൃപകളാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ, ഈ 1-ാം തീയതി മുതൽ ഞാൻ അങ്ങനെയായിരിക്കും, ഈ 2-ാം തീയതി മുതൽ, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ ഓരോ പ്രത്യേക ദിവസങ്ങളിലെല്ലാം നാം എടുക്കുന്നെങ്കിലും
ഇന്ന് സണ്ണി എന്ന സഹോദരൻ വലിയൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈശോ ഒരുപാട് സ്പർശിച്ചിട്ടും ഒരു വലിയ ബലഹീനത അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകാതിരുന്ന അവസ്ഥയിൽ ഒരു വലിയ രോഗം കൊടുത്തുകൊണ്ട് തന്നെ ഈശോ സ്പർശിച്ച ഒരു സൗഖ്യമാണിത്. അതുപോലെ തന്നെ അദ്ദേഹം ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇനി ദൈവമാണ് എൻ്റെ രക്ഷ. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്കിടയിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഈശോ എന്നൊരു നാമം മാത്രമേ എനിക്ക് രക്ഷിക്കാനാകുകയുള്ളൂ എന്നുള്ള കുറച്ച് ബോധ്യത്തിലാണ് ഇന്ന് ഇയാൾ തറയിൽ കയറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ജിസ്മോൻ്റെ വലിയ സാക്ഷ്യമാണ്. അവനൊരു വലിയ പ്രതിഭയാണ്. ഇവിടെ ഒരു വലിയ ഇടിവെട്ട് സാക്ഷ്യം പറഞ്ഞ മകനാണ് ജിസ്മോൻ. ലോഗോസ് ക്വിസിൽ പ്രതിഭയായ ഒരു സാക്ഷ്യം ഇയാൾ താരയിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സാക്ഷ്യം ജിസ്മോൻ തന്നെ പറയുകയുണ്ടായി. ഇന്ന് അവൻ 8ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. 2000 കുട്ടികളിൽ സൺഡേ സ്കൂളിലെ 23 രൂപതകളിലെ വചന മത്സരത്തിൽ പങ്കെടുത്ത് പ്രതിഭാപട്ടം നേടിയിട്ടാണ് ഇന്ന് ഇവൻ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കുറവുകളുണ്ടെന്ന് ഈ മകൻ അവൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിലേറ്റു പറഞ്ഞിരുന്നു. പക്ഷേ കുറവുകളെ നിറവുകളാക്കുന്ന ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം, വചനാഭിഷേകം തന്നെ ഇന്ന് ജിസ്മോനെ ഈശോ നൽകിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് ഇന്ന് സിസിലി ഈ മകനെ വളർത്തുന്നതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. എല്ലാ മക്കൾക്കും വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജിസ്മോൻ അതിനുവേണ്ടി എല്ലാ മക്കൾക്കും വേണ്ടി ലോകം മുഴുവനുമുള്ള വചനാഭിഷേകം ഉണ്ടാകാൻ ജിസ്മോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സിസിലി സണ്ണിക്കും ജിസ്മോനിൽ ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ഈ 7ാമത്തെ സാക്ഷ്യത്തിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.